ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുതിരയും പച്ചപ്പയറും വെച്ചിട്ടുള്ള ഒരു തോരനുമായിട്ടാണ്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഊണിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായി ഞാനൊരു 1/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റൗ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത മുതിര നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായൊരു റോസ്റ്റ് ആയാൽ മതി. ഇത് ചെറുതായി ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഈ മുതിര കഴിക്കുന്നത് നല്ലതാണ്. ഈ മുതിരയും ഈ പയറും വെച്ചൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ മുതിര ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ റോസ്റ്റ് ചെയ്ത മുതിര നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെള്ളമൊഴിച്ച് കൊടുക്കാം. അതവിടെ നിന്ന് സോക്കായി വരുന്ന നേരത്ത് നമുക്ക് ഈ പച്ചപ്പയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഈ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ പച്ചപ്പയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഈ കുതിർത്തെടുത്ത മുതിര നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് മൂടിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. കുക്കറിലൊരു 3 വിസിലടിച്ചാൽ മതി. പിന്നീട് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കാന്താരിയാണ്, ഇളം കാണും, അതും ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരയാൻ പാടില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇങ്ങനെ അരഞ്ഞു വന്നാൽ മതി. മുതിരയുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. രണ്ടും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്, അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കളർ ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. കാന്താരി മുളക് ഇട്ട് കൊടുത്തിരുന്നല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഒരു കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചപ്പയറുണ്ടല്ലോ, കോട്ടപ്പയർ എന്നാണ് ഇവിടെ പറയുക, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പിൽ കിടന്ന് ഈ പയറൊന്ന് വെന്ത് വരണം. ആ തേങ്ങയുടെയും മസാലയുടെയും ഉള്ളിയുടെയും ആ ഉപ്പും പുളിയും മുളകും എല്ലാം ഈ പയറിലൊന്ന് പിടിച്ച് കിട്ടണം. ഒന്ന് മൂടിയിട്ട് കൊടുത്ത് നമുക്കൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. കോട്ടപ്പയറിൻ്റെ വേവ് പോലെയാണ് ഇത് വെന്ത് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നോക്കിയിട്ട്. അതിലിടെ ഇതിടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് മൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇളക്കി കൊടുക്കണം. ഇതിവിടെ ഒരു ഹാഫ് കുക്കായി വരുന്നുണ്ട്. ഈ ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം. മുതിര ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. മുതിരയും പച്ചപ്പയറും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലൊന്ന് നമുക്ക് ചെറുതായി ഒന്ന് വറ്റൽമുളക് താളിച്ച് കൊടുക്കണം.
താളിച്ച് കൊടുക്കാനായി ഒരു ചെറിയൊരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയാണ്, കൊച്ചുള്ളിയില്ലേ അതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ചിരകി വെച്ച തേങ്ങയാണ്, തേങ്ങ കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്, ഇത് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് തേങ്ങ വറുത്തിട്ടത് കൊണ്ട് തന്നെ. നല്ല ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി മുതിരയും കോട്ടപ്പയറും വറുത്തത് ഇവിടെ റെഡിയാണ്. നല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കുവാനും ഒക്കെ നല്ലൊരു തോരനാണിത്. ഇതുപോലെ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കുവാനും നല്ലൊരു തോരനാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.